സുഡാനിലെ വംശഹത്യ 2023 മുതൽ തുടങ്ങിയ ഈ ഒരു പോരാട്ടത്തിൽ 1,50,000 ആളുകളുടെ ജീവൻ എടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളും ലോകവും എല്ലാം സുഡാനിലേക്ക് ഉറ്റുനോക്കാൻ തുടങ്ങുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ഈ സംഘർഷത്തിൽ 1,50,000 ആളുകൾ മരിച്ചു. ഏകദേശം 12 ദശലക്ഷം ആളുകൾ വീട് വിട്ട് പലായനം ചെയ്തു. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം നിരവധി ആളുകളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങൾ, RSFന്റെ കൂട്ടക്കൊലയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിന് വലിയൊരു പങ്ക് പേറുന്ന രാഷ്ട്രമാണ് UAE. സുഡാനികളെ കൊല്ലാനായിട്ട് RSFന് ആയുധം നൽകുന്നത് UAE ആണ്. RSFും UAEയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2015 യമൻ യുദ്ധത്തിൽ UAE സേനകൾക്ക് വേണ്ടി പോരാളികളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സൗദിയാണ് RSFനെ നിയോഗിച്ചത്. അപ്പോൾ മുതലാണ് ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങിയത്. ഇതിന് പ്രത്യുപകാരമായിട്ട് RSFന് സൗദിയിൽ നിന്നും ആയുധങ്ങളും ലോജിസ്റ്റിക്കൽ, നയതന്ത്രപരമായ പിന്തുണ എന്നിവ ലഭിച്ചു. സുഡാനിൽ സ്വർണ്ണ ഖനനത്തിലൂടെയുള്ള സ്വർണ്ണ വ്യാപാരത്തിന്റെ ലാഭം ചെന്നെത്തുന്നത് സൗദിയുടെ തീരത്താണ്. ആയുധങ്ങൾ കൊടുക്കുന്നത് സൗദി ആണെങ്കിലും ഇതെല്ലാം ജൂതന്മാരുടെ തലയിൽ കെട്ടിവെക്കാനാണ് മറ്റു പലരും ശ്രമിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന തന്നെ സുഡാനിൽ ഇത്രയൊരു വംശഹത്യ നടന്നിട്ടും ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. എപ്പോഴാണ് ഇനി മൗനം വെടിയുക അവരെല്ലാം?